Scope of total income or incidence of tax or tax liability. ഒരു ടാക്സ് പേയറുടെ ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെയും അതോടൊപ്പം അയാളുടെ ഇൻകം റിസീവ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അക്രൂ ചെയ്യുന്നതിൻ്റെ പ്ലേസ് ആൻഡ് ടൈമിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ലേൺ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ സെക്കൻഡ് പോർഷൻ പ്ലേസ് ആൻഡ് ടൈം ഓഫ് അക്രൂവൽ ഓർ റിസിപ്റ്റ് ഓഫ് ഇൻകം എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ടാക്സ് പേയറുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. Firstly, let us understand some terms related to income, which is essential to understand the incidence of tax. ഇൻകം എന്താണെന്നുള്ളത് നമ്മുടെ ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 24 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്, സാലറി, വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ പറയുന്നവ എല്ലാം തന്നെ റിസീവ് ചെയ്യുന്നതിൻ്റെ അക്രൂ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിലേ നമുക്ക് നെക്സ്റ്റ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻകം റിസീവ്ഡ്. ഇറ്റ് മീൻസ് ദ റെസിപ്റ്റ് ഓഫ് ഇൻകം ഫോർ ദ ഫസ്റ്റ് ടൈം. ഒരു ഇൻകം ആദ്യമായിട്ട് റിസീവ് ചെയ്യുന്ന പ്ലേസ് ഏതാണോ ആ പ്ലേസിലാണ് ആ ഇൻകം റിസീവ് ചെയ്തതായിട്ട് കരുതേണ്ടത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിടത്ത് നമുക്ക് ഇൻകം റിസീവ് ചെയ്തു പിന്നെ നമ്മൾ മറ്റൊരിടത്തേക്ക് സെൻഡ് ചെയ്താൽ പോലും ആദ്യം കിട്ടിയ സ്ഥലത്താണ് അത് റിസീവ് ചെയ്തതായിട്ട് നമ്മൾ കരുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഇൻകം റിസീവ്ഡ് ഇൻ ന്യൂയോർക്ക് ഈസ് സബ്സിക്വൻ്റ്ലി റെമിറ്റഡ് ടു ഇന്ത്യ. ന്യൂയോർക്കിൽ റിസീവ് ചെയ്ത ഒരു ഇൻകം പിന്നീട് ഇന്ത്യയിലേക്ക് അയച്ചു. ആദ്യം കിട്ടിയത് ന്യൂയോർക്കിലാണ്, അതുകൊണ്ട് തന്നെ ഇത് ന്യൂയോർക്കിൽ കിട്ടിയ ഇൻകമായിട്ട് കരുതണം. സോ ഇറ്റ് ഈസ് ദ ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് കിട്ടിയത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്യണ്ട, ടാക്സ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. സിമിലർലി, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഈ സബ്സീക്വൻ്റ്ലി സെൻഡ് ടു ശ്രീലങ്ക. ഇന്ത്യയിൽ കിട്ടിയ ഇൻകം നമ്മൾ ശ്രീലങ്കയിലേക്ക് സെൻഡ് ചെയ്തു. ആദ്യം കിട്ടിയത് ഇന്ത്യയിലാണ്. സോ ഇറ്റ് ഈസ് ദ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. സോ അത് ഇന്ത്യയിൽ ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് ഇതിനൊക്കെ മാറ്റമുണ്ട്. അതാണ് നമ്മളിനി നെക്സ്റ്റ് മനസ്സിലാക്കാൻ പോകുന്നത്. ദെൻ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇന്ത്യ. നമ്മൾ കിട്ടിയതായിട്ട് കരുതപ്പെടുന്ന ഇൻകം, ആക്ച്വലി നമുക്കത് റിസീവ് ചെയ്യണമെന്നില്ല, പക്ഷേ നമ്മൾ റിസീവ് ചെയ്തതായിട്ട് കരുതുന്ന ഇൻകം. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ആനുവൽ അക്രീഷൻ ടു ദ ബാലൻസ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ ആർ പി എഫിലുള്ള ബാലൻസിൻ്റെ ആനുവൽ അക്രീഷൻ, അതിപ്പോൾ ചിലപ്പോൾ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനിലൂടെ മറ്റൊക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെ നോക്കുക, ആക്ച്വലി ഫണ്ട് ഒരിടത്ത് വരുന്നുണ്ട്, അത് എംപ്ലോയിയുടെ കയ്യിൽ വന്നിട്ടില്ല എന്നുള്ള, മറ്റൊരിടത്ത് അത് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻകമാണ് നമ്മൾ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ എ കമ്പനി ഇൻ ഇന്ത്യ. ഒരു ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ഡിക്ലെയർ ചെയ്ത വർഷം തന്നെ അത് റിസീവ് ചെയ്തതായിട്ട് കാണിച്ചോളണം എന്നാണ് നിയമം. അത് ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ കിട്ടില്ല എന്ന് നമുക്കറിയാം, പക്ഷെ എന്നാലും അത് റിസീവ് ചെയ്തതായിട്ട് കാണിക്കണം. അതേസമയം ഇൻട്രീം ഡിവിഡൻഡ് ആണെങ്കിൽ അത് ആക്ച്വലി കൈ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് റിസീവ് ചെയ്തതായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ദെൻ TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ദ പെൻഷൻ സ്കീം ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഓൺ ഓർ ആഫ്റ്റർ 1/1/2004. 2004 ജനുവരി 1 അതിന് ശേഷമോ സെൻട്രൽ ഗവൺമെൻറ് പെൻഷൻ സ്കീമിലേക്കുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ആയിട്ടാണ് കരുതപ്പെടുക. നോക്കുക, അതും എംപ്ലോയിയുടെ കയ്യിലേക്കല്ല വരുന്നത്, പെൻഷൻ സ്കീമിലേക്കാണ് പോകുന്നത്, എന്നാൽ കിട്ടിയത് തന്നെയാണ് അതിന്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസാണ് ഇതിൻ്റെ അണ്ടറിൽ വരിക. ദെൻ ഇൻകം വിച്ച് അക്രൂസ് ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഇത് പറയുന്നത് when the assessee obtains the right to receive the income. ഒരു അസസി ഒരു ഇൻകം റിസീവ് ചെയ്യുന്നതിൻ്റെ ഒരു റൈറ്റ് ഒബ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് അവിടെ ഇൻകം അക്രൂ ചെയ്തു എറൈസ് ചെയ്തു എന്ന് പറയുന്നത്. അവിടെ ഇൻകം റിസീവ് ചെയ്യുന്നത് ഒരു ഫ്യൂച്ചർ ഡേറ്റ് ഒക്കെ ആയിരിക്കാം. അപ്പം അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എവിടെയാണോ അക്രൂ ചെയ്തത് എറൈസ് ചെയ്തത് അവിടെയായിരിക്കും നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, എനി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, റിസീവ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇത് നമ്മൾ അർത്ഥമാക്കുന്നത് പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകമായിട്ട് തന്നെയാണ്. ആ വർഷമാണ് അത് അക്രൂ ചെയ്ത് എറൈസ് ചെയ്തെന്നുള്ളതുകൊണ്ട് പ്രീവിയസ് ഇയറിൽ ഉണ്ടായ ഇൻകമായിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ.
ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തതായിട്ട് കരുതപ്പെടുന്ന ഇൻകം ആക്ച്വലി എന്താ ഉണ്ടായിട്ടുണ്ടാവുക, ഇന്ത്യയിൽ അക്രൂ ചെയ്തതോ എറേസ് ചെയ്തതായിട്ടുള്ള ഇൻകം അല്ല, പക്ഷെ അത് ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തതായിട്ട് കരുതുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻകം ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, അതായത് ബിസിനസ് ഇന്ത്യക്ക് പുറത്താണ്, അവിടെ ഉണ്ടായ ഇൻകം ഒക്കെയാണ്. അതായത് ആക്ച്വലി അക്രൂ ചെയ്തും എറേസ് ചെയ്തും ഇന്ത്യക്ക് പുറത്താണ്. പക്ഷേ ഇന്ത്യയുമായിട്ട് കണക്ഷനുള്ളൊരു ബിസിനസ്സാണെങ്കിൽ, അതായത് ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ആൻഡ് മാനേജ് ചെയ്യുന്നതോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമായിട്ട് ഇന്ത്യയുമായിട്ട് കണക്ഷനുള്ള ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ആണെങ്കിൽ അത് ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തതായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. ദെൻ ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം, അതായത് അതിൻ്റെ ട്രാൻസ്ഫറോ ഡീലോ ഒക്കെ നടക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ടായിരിക്കാം, ഫണ്ട് കൈമാറിയതൊക്കെ ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ടായിരിക്കാം. പക്ഷേ ഇന്ത്യയിലുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതിൽ നിന്നും അങ്ങനെ ഉണ്ടാകുന്ന ഇൻകം അത് ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തതായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. ദെൻ സാലറി ഏൺഡ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയിൽ ഏൺ ചെയ്ത സാലറി എന്ന് വെച്ചാൽ ഇന്ത്യയിലാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്, ജോലി ചെയ്ത് ഇന്ത്യയിലാണ്, അതിൽ നിന്ന് കിട്ടിയ ഇൻകമാണ്. ആ സാലറി ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വെക്കുക. പക്ഷേ അത് ഇന്ത്യക്ക് പുറത്താണ് കൊടുത്തതെങ്കിൽ പോലും അത് ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തതായിട്ടാണ് കരുതുക. ദെൻ സാലറി പേയബിൾ ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫോർ സർവീസ് റെൻഡേഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് നടത്തിയ ഒരു സർവീസിന് ഒരു ഇന്ത്യൻ സിറ്റിസണ് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന സാലറി അത് ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തതായിട്ടാണ് കരുതുക. അപ്പോൾ ഇന്ത്യയുടെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പുറത്ത് എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് കൊടുക്കുന്ന സാലറി ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തതായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. ദെൻ ഡിവിഡൻഡ് പെയ്ഡ് ബൈ ആൻ ഇന്ത്യൻ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ, ഒരു ഇന്ത്യൻ കമ്പനി ഇന്ത്യക്ക് പുറത്ത് കൊടുക്കുന്ന ഡിവിഡൻറ്റുകൾ ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് എറേസ് ആയിട്ട് കരുതണം. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ മണി ബോറോഡ് ഔട്ട്സൈഡ് ഇന്ത്യ, മണി ബോറോ ചെയ്തതിന്മേൽ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യക്ക് പുറത്ത് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ കൂടിയും അത് ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ടാണ് കരുതുക. ഇപ്പം ഇതൊരു ഇതിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കേസാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഒരു സാധാ റെസിഡൻറ്റോ ഒരു നോൺ റെസിഡൻറ്റോ ആയിട്ടുള്ളവരാണ് ഇങ്ങനെ ഫണ്ട് റൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് റൈസ് ചെയ്ത പണത്തിന്മേൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർ അത് ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തതായിട്ടാണ് കരുതപ്പെടുക. അതേസമയം അവർ ഇന്ത്യക്ക് പുറത്ത് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്സിന് വേണ്ടി റൈസ് ചെയ്ത ഫണ്ടാണെങ്കിൽ അതിന് അവർ അത് ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് തന്നെ അത് അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തിട്ട് കരുതില്ല, ടാക്സ് ചെയ്യണ്ട. ദെൻ റോയൽറ്റി പെയ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പേ ചെയ്യുന്ന റോയൽറ്റി ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് കരുതണം. ഇത് റെസിഡൻറ്റിൻ്റെയും നോൺ റെസിഡൻറ്റിൻ്റെയും ഒക്കെ കേസിലാണെങ്കിൽ അവർ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തൊരു ബിസിനസ്സിനോ മറ്റോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലൊരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്നും ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് പേ ചെയ്തിട്ടുള്ളതെങ്കിൽ അവർ അത് ഇവിടെ അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തതായിട്ട് കരുതും. അതേസമയം ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അവരുടെ കേസിൽ കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ്. അതേസമയം ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യക്ക് പുറത്ത് കൊടുത്താൽ പോലും അത് അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തതായിട്ട് കരുതും. ദെൻ ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ് പേയബിൾ ബൈ ദി ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് ടെക്നിക്കൽ സർവീസസിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പുറത്ത് പേ ചെയ്യുന്ന ഫീസാണെങ്കിലും അത് ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് കരുതും. ഇതും തൊട്ട് റോയൽറ്റിക്ക് പറഞ്ഞ പോലെ തന്നെ റെസിഡൻറ്റിൻ്റെയും നോൺ റെസിഡൻറ്റിൻ്റെ കേസസിലാണെങ്കിൽ ഇന്ത്യയിലുള്ളൊരു ബിസിനസ്സിനോ പ്രൊഫഷനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ അത് ഇവിടെ അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തതായിട്ട് കരുതും. അതർവൈസ് അത് ഇന്ത്യക്ക് പുറത്ത് അക്രൂ ചെയ്തതായിട്ട് എറേസ് ചെയ്തതായിട്ട് കരുതും. അപ്പോൾ ഇങ്ങനെ 4 തരത്തിലുള്ള ഇൻകംസാണുള്ളത്. ഇൻകം റിസീവ്ഡ്, ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ്, ഇൻകം അക്രൂ ഓർ എറൈസ്ഡ് ഇൻ ഇന്ത്യ, ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. അങ്ങനെ 4 ടൈപ്പാണുള്ളത്. ദെൻ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ഓർ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഓർ ടാക്സ് ലയബിലിറ്റി. ഇപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും ഇൻകം റിസീവ് ചെയ്യുന്ന പ്ലേസ് ആൻഡ് ടൈമിൻ്റെ ബേസിസിലുള്ള ഒരു ഇൻകത്തിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു അസസിയുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ സ്കോപ്പ് എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. ആദ്യം റെസിഡൻറ്റിൻ്റെ കേസ് നോക്കാം. മീൻസ് ഓർഡിനറി റെസിഡൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ദ ടോട്ടൽ ഇൻകം ഓഫ് എ റെസിഡൻറ്റ് അസസി ഷോൾ ഇൻക്ലൂഡ് ഓൾ ഇൻകംസ് ഏൺഡ് വെദർ ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഒരു ഓർഡിനറി റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഇൻകം മുഴുവനും അത് ഇന്ത്യക്കകത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും അവർ ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അവരുടെ ടോട്ടൽ ഇൻകത്തിൽ അത് ഉൾപ്പെടുത്തുന്ന അർത്ഥം.
അപ്പോൾ നോക്കാം, ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകമോ ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റിസീവ് ചെയ്തതായിട്ട് കരുതപ്പെടുന്ന ഇൻകമോ ടോട്ടൽ ഇൻകത്തിൽ വരും. ഇൻകം അക്രൂഡ് വരും, ഓർ ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ, അത് ടോട്ടൽ ഇൻകത്തിനകത്ത് വരും. ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് നമ്മൾ റിസീവ് ചെയ്തതായിക്കോട്ടെ, റിസീവ് ചെയ്തതായിട്ട് കരുതുന്നതായിക്കോട്ടെ, അക്രൂ ചെയ്തതായിട്ട് കരുതുന്നതായിക്കോട്ടെ, അത് ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒരു ഓർഡിനറി റെസിഡൻറ്റിൻ്റെ ടോട്ടൽ ഇൻകത്തിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം അവർ സാഹചര്യം പോലെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഇൻ ദി കേസ് ഓഫ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റിസീവ് ചെയ്തതായിട്ട് ഡീം ചെയ്യപ്പെടുന്നതോ അവരുടെ ടോട്ടൽ ഇൻകത്തിനകത്ത് വരും. ദെൻ ഇൻകം അക്രൂഡ് വരും, ഇൻകം ഡീംഡ് ടു അക്രൂ, അതും ഇതിനകത്ത് വരും. ദെൻ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുള്ള ബിസിനസ്സോ പ്രൊഫഷനാണ്, പക്ഷേ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിലും അതിൽ നിന്നുള്ള ഇൻകവും അവരുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള ഒന്നാണെങ്കിൽ ഒരു NORന് ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് ബിസിനസ്സോ പ്രൊഫഷനോ മറ്റു സോഴ്സ് ഓഫ് ഇൻകം എന്തോ ആയിക്കോട്ടെ. പക്ഷേ റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതും അങ്ങനെയുള്ളതൊക്കെ അവരുടെ ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. ദെൻ നോൺ റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി ബന്ധപ്പെട്ടത് മാത്രമേ ടോട്ടൽ ഇൻകത്തിനകത്ത് വരുള്ളൂ. ഏതൊക്കെ നോക്കാം. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ദെൻ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അവരുടെ ടോട്ടൽ ഇൻകത്തിനകത്ത് വരും. ഇൻകം അക്രൂഡ് ഇൻ ഇന്ത്യ ഓർ ഇൻകം ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ. ഇത്രയും കാര്യങ്ങൾ നോൺ റെസിഡൻറ്റിൻ്റെ കേസിലും വരും. ദെൻ ഇതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് ഞാനൊരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. നോക്കുക, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, അത് ആർക്കൊക്കെ ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരും. റെസിഡൻറ്റ് ടാക്സ് ചെയ്യണം, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ടാക്സ് ചെയ്യണം, നോൺ റെസിഡൻറ്റും ടാക്സ് ചെയ്യണം. അതായത് ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നത് 3 പേരും ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ കിട്ടിയതായിട്ട് കരുതുന്നതും 3 പേരുടെ കേസിലും ടാക്സ് ചെയ്യണം. ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, അക്രൂ ചെയ്തതായിട്ട് കരുതുന്നതും എല്ലാവരും ടാക്സ് ചെയ്യണം. ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യപ്പെടുന്നതാണ് പക്ഷേ ഇന്ത്യക്ക് പുറത്താണ് ബിസിനസ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളതിൻ്റെ കേസസിൽ നോക്കുക, റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റും മാത്രം ടാക്സ് ചെയ്താൽ മതിയാവും, നോൺ റെസിഡൻറ്റ് വേണ്ട. അപ്പോൾ അത് ഞാൻ നേരത്തെ നമ്മൾ തൊട്ട് മുമ്പിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നോൺ റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 കേസസ് മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയൊന്നും നോൺ റെസിഡൻറ്റിന് ബാധകമല്ല. ദെൻ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ, ഈ ബിസിനസ്സും പുറത്താണ് ഇരിക്കുന്നത്, അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റും ഇന്ത്യക്ക് പുറത്താണ് ഇരിക്കുന്നതെങ്കിലും ആര് ടാക്സ് ചെയ്യണം? റെസിഡൻറ്റ് ടാക്സ് ചെയ്യണം. പക്ഷേ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞു, നോൺ റെസിഡൻറ്റും ടാക്സ് ചെയ്യേണ്ട. ദെൻ ഓൾ അതർ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്തുള്ള മറ്റെന്ത് ഇൻകം ആയിക്കോട്ടെ റെസിഡൻറ്റ് ടാക്സ് ചെയ്തോളണം. NRും ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. Then income received or accrued or arisen outside India in earlier years but later on remitted to India. ഇന്ത്യക്ക് പുറത്ത് എക്രൂ ചെയ്തതായിട്ടുള്ള അല്ലെങ്കിൽ റിസീവ് ചെയ്തതായിട്ടുള്ള ഒരു ഇൻകം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് റിസീവ് ചെയ്തതായിട്ടുള്ള ഒരു ഇൻകം, അത് പിന്നീട് കുറേ കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണെങ്കിൽ ആരും ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, റെസിഡൻ്റ് അടക്കം ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ റെസിഡൻറ്റ് ടാക്സ് പേ ചെയ്യേണ്ടാത്ത ഒരേ ഒരു സിറ്റുവേഷൻ ഇത് മാത്രമാണെന്ന് മനസ്സിലാക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് അസസീസ്. അസസി ഏതായിക്കോട്ടെ അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സംഷൻ കിട്ടുന്ന ഏതാനും ഇൻകംസ് ഉണ്ട്. അവയിൽപ്പെട്ട ചിലതാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി. ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ടാക്സ് ചെയ്യേണ്ടാത്ത ഒന്നാണ്, അതുകൊണ്ട് തന്നെ അത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദെൻ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ. അഗ്രികൾച്ചറൽ ഇൻകം എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ഒരു അഗ്രികൾച്ചർ ലാൻഡിൽ നിന്നും കിട്ടുന്ന അത്തരം ഇൻകം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ പാർട്ണർഷിപ്പ് ഫേം, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUF,
ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്സ്, ഇവയെല്ലാം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇതുകൂടാതെ കുറേ എക്സംഷൻസ് ഉണ്ട്. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 10 ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഹെഡ്സ് ഓഫ് ഇൻകത്തിന് അണ്ടറിലായിട്ട് നമുക്ക് പലതരത്തിലുള്ള എക്സംഷൻസ് കിട്ടുന്നുണ്ട്. അവയെല്ലാം അതത് ഹെഡ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. The following are the incomes of Mrs. Maya for the previous year 2017-18. 2017-18 മായയുടെ ഏതാനും ഇൻകംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്സസ് മായ ഇഫ് ഷീ ഈസ് എ റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. ഈ 3 കേസസിലും മായ ആവുകയാണെങ്കിൽ മായയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്തായിരിക്കും എന്നാണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം റിസീവ് ചെയ്ത് എവിടെയാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കത് വിഷയമല്ല. ഇന്ത്യയിൽ ഹൗസ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇന്ത്യയിൽ അക്രൂ ചെയ്ത് എറേസ് ചെയ്ത ഇൻകമാണ്. സോ എല്ലാവരുടെ കേസസിലും അത് ടാക്സബിൾ ആയിരിക്കും. അതുകൊണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനകത്ത് ഈ 10,000 നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ 4 കോളം കൊടുത്തിട്ടുണ്ട്. ഇൻകംസ് കാണിക്കാൻ ഒരു കോളം. റെസിഡൻറ്റ്, മായ റെസിഡൻ്റ് ആണെങ്കിൽ, NOR ആണെങ്കിൽ, NR ആണെങ്കിൽ അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെ വരുമെന്ന് കാണാനായിട്ട് 3 അഡീഷണൽ കോളം കൂടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ കണ്ടോ, 3 പേരുടെ കേസസിലും ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ഇൻകം, അത് ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകമാണ്. സോ 3 പേരുടെ കേസിലും അത് ടാക്സബിൾ ആയിരിക്കും. 3 പേരുടെ കേസിലും അത് കാണിച്ചിട്ടുണ്ട്. ദെൻ ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുള്ള ബിസിനസ് ആണെങ്കിൽ കൂടി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണ്. പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സബിൾ ആണ്. NORനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ പ്രത്യേകം എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാക്സബിൾ ആണ്. NRനെ സംബന്ധിച്ചിടത്തോളം അത് എക്സംപ്റ്റഡ് ആയിരിക്കും, ടാക്സബിൾ ആയിരിക്കില്ല. അപ്പോൾ നോക്കാം. ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ ആദ്യത്തെ 2 കേസിലും ഞാനത് കാണിച്ചിട്ടുണ്ട്, ലാസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകമാണ്. സോ 3 പേരുടെ കേസിലും ടാക്സബിൾ ആയിരിക്കും. നമുക്ക് 15,000 വെച്ച് 3 പേരുടെ കേസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ലാൻഡിൽ നിന്നുള്ള അഗ്രികൾച്ചറൽ ഇൻകം ടാക്സബിൾ ഇൻകമാണ്. അപ്പോൾ ഇത് റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ചെയ്യേണ്ടി വരും. അല്ലാതെ പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് പുറത്ത് വരുന്ന ഇൻകംസ് എല്ലാം ബാക്കി 2 പേരുടെ കേസിലും ടാക്സബിൾ അല്ല, ഇന്ത്യയിൽ ടാക്സബിൾ അല്ല. നോക്കുക. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട്. ആദ്യത്തെ റെസിഡൻറ്റ് ടാക്സ് ചെയ്യണം, ബാക്കിയുള്ളവർ ടാക്സ് ചെയ്യണ്ട. ദെൻ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അഗ്രികൾച്ചർ ലാൻഡിൽ നിന്നുള്ള ഇൻകം, അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഇൻ ഇന്ത്യ 3 പേരുടെ കേസിലും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനിയിൽ നിന്നുള്ള ഡിവിഡൻറ്റ്, അത് വിദേശത്തെ അക്രൂ ചെയ്ത് എറേസ് ചെയ്ത് റിസീവ് ചെയ്ത ഒന്നാണ്. അത് റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സബിൾ ആയിരിക്കും. പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് കണ്ടോ, ബാക്കിയുള്ള 2 പേരുടെ കേസിലും അത് ടാക്സബിൾ അല്ല. ദെൻ പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം ബ്രോട്ട് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പഴയ ഇൻകം, ടാക്സ് ചെയ്യാത്ത പഴയ ഇൻകം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ്. നേരത്തെ അതെല്ലാവരുടെ കേസിലും എക്സംപ്റ്റഡ് ആയിരിക്കും, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം എല്ലാവരുടെ കേസിലും ഒഴിവാക്കിയിട്ടുണ്ട്. നോക്കുക. റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 1,17,000 റുപ്പീസാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നതെങ്കിൽ NORനത് 95,000 ഉള്ളൂ, NRനത് 55,000 ഉള്ളൂ. അപ്പോൾ ടാക്സ് ലാബിലിറ്റി ഏറ്റവും കൂടെ എപ്പോഴും റെസിഡൻറ്റിന് തന്നെ ആയിരിക്കും. Sri Vivek Mohan has the following incomes during the financial year 2018-19. അദ്ദേഹത്തിൻ്റെ ഇൻകംസാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. കാൽക്കുലേറ്റ് ദ ടാക്സബിൾ ഇൻകം ഓഫ് ശ്രീ വിവേക് മോഹൻ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2019-20 ഇഫ് ഹീ ഈസ് എ റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. ഈ 3 കേസസിലും അദ്ദേഹത്തിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റത്തെ നോക്കാം. ഇൻകം ഫ്രം ബിസിനസ് ഇൻ കൊൽക്കത്ത മാനേജ്ഡ് ഫ്രം USA ₹25,000. കൊൽക്കത്തയിലുള്ള ബിസിനസ്സാണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് മാത്രമാണ് USA. അപ്പോൾ ഇന്ത്യയിൽ കിടക്കുന്ന ബിസിനസ്സാണ്, അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 3 കേസസിലും നമ്മളത് ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരും. നോക്കാം.
ഇൻകം ഫ്രം ബിസിനസ് ഇൻ കൊൽക്കട്ട 3 പേരുടെ കേസിലും ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻകം ഫ്രം പെൻഷൻ ഫോർ സർവീസസ് റെൻഡേർഡ് ഇൻ ഇന്ത്യ റിസീവ്ഡ് ഇൻ ലണ്ടൻ ₹15,000. ഇന്ത്യയിൽ റെൻഡർ ചെയ്ത ഒരു സർവീസിൻ്റെ പെൻഷനാണ്. അത് റിസീവ് ചെയ്തത് ലണ്ടനിലാണെന്ന് മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഡൺ ചെയ്ത ഒരു വർക്കിൻ്റെ സാലറി ഇന്ത്യയിൽ അക്രൂവ് ചെയ്തതായിട്ടാണ് കരുതുക. അതെവിടെ കിട്ടി എന്നുള്ളത് വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ അക്രൂവ് ചെയ്തതുകൊണ്ട് 3 പേരുടെ കേസിലും ഇത് ടാക്സബിൾ ആയിരിക്കും. ഇൻകം ഫ്രം പെൻഷൻ നോക്കൂ, 3 പേരുടെ കേസിലും ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻകം ഫ്രം അസറ്റ് ഇൻ മ്യാൻമാർ റിസീവ്ഡ് ഇൻ ഇന്ത്യ. മ്യാൻമാറിലുള്ള അസറ്റാണ്, പക്ഷെ അത് ഇന്ത്യയിലാണ് റിസീവ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകം ആയതുകൊണ്ട് തന്നെ 3 പേർക്കും ടാക്സബിൾ ആയിരിക്കും. ഇൻകം ഫ്രം അസറ്റ്സ് ഇൻ മ്യാൻമാർ 3 പേരുടെ കേസിലും ടാക്സബിൾ ആണ്. ദെൻ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ശ്രീലങ്ക ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ദർ. ശ്രീലങ്കയിൽ നിന്നുള്ള ഇൻകം ശ്രീലങ്കയിലെ ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു. കംപ്ലീറ്റ്ലി ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഇൻകമാണ്. അതുകൊണ്ട് തന്നെ ഇത് റെസിഡൻറ്റിന് മാത്രമേ ടാക്സ് ചെയ്യേണ്ടി വരുള്ളൂ. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ശ്രീലങ്ക നോക്കൂ, ഒരാളുടെ കേസിൽ മാത്രമേ ഉള്ളൂ, റെസിഡൻറ്റിൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരിൽ അത് കാണിച്ചിട്ടില്ല. ദെൻ ഇൻകം ഫ്രം ദ പ്രൊഫഷൻ ഇൻ കെനിയ റിസീവ്ഡ് ദർ ദ പ്രൊഫഷൻ വാസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ഉള്ളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനോ അത് പിന്നെ ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് റെസിഡൻറ്റും ഓർഡിനറി റെസിഡൻറ്റും ടാക്സ് ചെയ്യേണ്ടി വരും. മറ്റേത് NR ടാക്സ് ചെയ്യേണ്ടി വരില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നോക്കുക, ഇൻകം ഫ്രം പ്രൊഫഷൻ ഇൻ കെനിയ 2 പേരുടെ കേസിലും നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. NRനത് ടാക്സബിൾ അല്ല. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ഇൻ ഇന്ത്യ റിസീവ്ഡ് ഇൻ നേപ്പാൾ. ഇന്ത്യയിൽ ഉള്ളൊരു മെഷീനറി ഇന്ത്യയിൽ വെച്ചിട്ടാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റെസിപ്റ്റ് കിട്ടുന്നത് നേപ്പാളിൽ വെച്ചിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ ഇന്ത്യയിൽ അക്രൂവ് ചെയ്ത ഇൻകമാണ്. അതുകൊണ്ട് 3 പേരുടെ കേസിൽ നമ്മൾ ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ UK ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഹാഫ് ഓഫ് വിച്ച് റിസീവ്ഡ് ഇൻ ഇന്ത്യ ₹5,000. UK ഉള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസുമ്പോൾ കിട്ടിയ ഇൻട്രസ്റ്റാണ്. അത് അതിൻ്റെ പകുതി ഇന്ത്യയിലാണ് റിസീവ് ചെയ്തത്, പകുതി വിദേശത്ത് വെച്ചിട്ടാണ്. റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവൻ ടാക്സബിൾ ആയിരിക്കും. അതേസമയം നോട്ട് ഓർഡിനറിനെ സംബന്ധിച്ചിടത്തോളം, നോൺ റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കിട്ടിയ പോർഷൻ മാത്രമേ ടാക്സ് ചെയ്യേണ്ടത് ഉള്ളൂ. ദെൻ ടാക്സ്ഡ് ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ബ്രോട്ട് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 40,000. മുൻ വർഷങ്ങളിലൊക്കെ ടാക്സ് ചെയ്യാത്ത ഒരു ഇൻകം ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആരെ സംബന്ധിച്ചിടത്തോളം അത് ടാക്സബിൾ അല്ല, എല്ലാവരെ സംബന്ധിച്ചും അത് നമ്മൾ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. നോക്കുക, ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര വരും എന്നുള്ളത്. റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 95,000 വരുമ്പം NORന് 77,500 ആണ്. NRനെ സംബന്ധിച്ചിടത്തോളം 62,500 ആണ്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത് ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.